ഹായ്. കഴിഞ്ഞ ദിവസം രേണുവിൻ്റെ വീഡിയോ വന്ന ഒരു യൂട്യൂബ് ചാനലുണ്ടല്ലോ, മൂവി വേൾഡ് മീഡിയ. അവർ മൂന്നാമത്തെ എപ്പിസോഡല്ല കേട്ടോ ഇറക്കിയിരിക്കുന്ന, പാർട്ട് 3 അല്ല, വേറൊരു വീഡിയോ അവർ പുറത്തുവിട്ടിട്ടുണ്ട്. രേണുവിൻ്റെ വീട്ടിൽ പോയതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ്. ഇതിൽ മെയിനായിട്ടും രേണു ആയിട്ടല്ല, രേണുവിൻ്റെ സഹോദരി രമ്യയായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ആണ്, അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ഒരു ചർച്ചയും കാര്യങ്ങളാണ് ഇതിലിപ്പോൾ കാണിക്കുന്നത്. വോയിസ് നിങ്ങൾക്ക് കേൾപ്പിക്കാം. ഞാൻ രമ്യ ചേച്ചി, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ചേച്ചിയുടെ കൂടെ നിന്ന് അതുപോലെ എനിക്ക് കണ്ടപ്പോഴത്തേനുണ്ടല്ലോ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. എനിക്കറിയാം എല്ലാവരും കൂടെ നിൽക്കുമായിരിക്കും, പക്ഷെ ഈ ഒരു സമയത്ത് ആ ജോലി പോലും കളഞ്ഞ് കൂടെ നിൽക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു കാര്യം. ഞാൻ ഭയങ്കരമായിട്ട് പൊക്കി പറയുന്നത് അങ്ങനെ ഒന്നായിട്ട്. ഇപ്പോൾ രേണുവിൻ്റെ ചേച്ചി രമ്യ കൂടെ ഉള്ളത് തന്നെ രേണുവിന് ഭയങ്കര ഒരു ആശ്വാസമായിരിക്കും. കാരണം ഈ ഒരു രോഗാവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ ഭയങ്കര വിഷമങ്ങളും കാര്യങ്ങളാണ്. ആ ഒരു അമ്മ മാത്രമാണുള്ളത്. അപ്പോൾ അമ്മയ്ക്ക് ഒരു സഹായമായിട്ട് മോളും കൂടെ ഉള്ളത്, അത് ജോലി ഉപേക്ഷിച്ചിട്ട് വന്നത് തന്നെ വളരെ നല്ലൊരു കാര്യമാണ്. കാരണം എത്ര പേർക്ക് അത് സാധിക്കുമെന്നറിയില്ല. കാരണം നാളെ ഞാൻ ഈ ജോലി ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ നാളെ എനിക്ക് എന്ത്, അല്ലെങ്കിൽ നാളെ എനിക്ക് എന്തായിരിക്കും എൻ്റെ അവസ്ഥ എന്നൊന്നും ചിന്തിക്കുമ്പോൾ ചിലർ മിക്കവരും ജോലി കളയില്ല. ഇത്തിരി കുറച്ചൊക്കെ സാമ്പത്തികമുള്ളവരാണ് ഇവർ, എന്ന് വെച്ചാൽ അത്രയും വലിയ സാമ്പത്തികമായിട്ടൊക്കെ ഉള്ളവരൊന്നും അല്ല. എന്നിരുന്നാലും ആ ഒരു ജോലി കളഞ്ഞ് ഒരു സഹോദരിയെ നോക്കാൻ കാണിക്കുന്ന ഒരു മനസ്സ് നല്ല വലിയൊരു മനസ്സ് തന്നെയാണ്. ആ ഒരു കാര്യത്തിൽ ഞാൻ അവരെ നല്ല രീതിയിൽ ഞാൻ അഭിനന്ദിക്കുകയാണ്. ചിലപ്പോൾ ഇമോഷണൽ ആയിരിക്കും. കിച്ചു വിളിക്കാത്തതിൽ അല്ലെ, കിച്ചുവിന്റെ കാര്യത്തിൽ ഒരു സഹോദരി എന്ന നിലയിൽ ചേച്ചി അമ്മേനെ പോലെ സ്നേഹിച്ച, അമ്മ തന്നെയായിട്ട് സ്നേഹിച്ചിട്ട് ഉള്ള ഒരാളാണ്. അപ്പൊ ആ ഒരു കാര്യത്തില് രമ്യ ചേച്ചിക്ക് എന്താ പറയാനുള്ളത്? എനിക്കും ഞങ്ങള് അമ്മയെ പോലെ അമ്മ തന്നെയായിരുന്നു. അങ്ങനെ അവനെ അന്ന് സുധിച്ചേരൻ അവനെ കൂട്ടിക്കൊണ്ട് വന്നപ്പോ തൊട്ട് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് കാണുന്നത്. പിന്നെ അവൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ, അതൊക്കെ ഓരോരുത്തരല്ലേ പേഴ്സണൽ, അത് എന്താ അതിന്റെ പിന്നിൽ എന്താണ് അത് അവനറിയാം. എന്താന്ന് നമുക്ക് ഇപ്പോഴും അത് മനസ്സിലാവുന്നില്ല. കാരണം ഒരു കുഴപ്പവും ഇല്ലാതെ വിളിക്കും, ഇവിടെ വരും, സംസാരിക്കും, എല്ലാം ചെയ്യുമായിരുന്നു. പിന്നെ എന്താ പെട്ടെന്നൊരു മാറ്റമൊന്നും അവള് പറഞ്ഞ പോലെ തന്നെ എനിക്ക് അറിയത്തില്ല, അതിൽ എന്താന്ന് ഉള്ളത് എനിക്ക് അറിയത്തില്ല. പക്ഷെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആദ്യമൊക്കെ. അന്ന് നമ്മള് ഈ മക്കളെ 4 പേരെ ഒന്നിച്ചായിരുന്നു അന്നും കണ്ടുകൊണ്ടിരുന്നത്. പെട്ടെന്ന് ഇവനിങ്ങനെ വന്ന് മാറിപ്പോയപ്പോ പിന്നെ അതിന്റെ പുറയിൽ ആരൊക്കെ ഉണ്ടെങ്കിൽ അവർ. കിച്ചുവിനെ പറ്റി ഒരു വീഡിയോ, കിച്ചുവിന് വേണ്ടി ഒരു വീഡിയോ ബീന ആന്റണിയുടെ ഹസ്ബൻഡ് മനോജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആള് പറഞ്ഞിട്ടുണ്ട് 10 അമ്മ വന്നാലും പെറ്റമ്മയാവില്ലെന്ന്. അത് തന്നെയാണ് കാര്യം. കാരണം എത്രയൊക്കെ നമ്മൾ സ്നേഹം കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നാലും അവർക്ക് അവരുടെ ഉള്ളിൽ ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നാൽ മതി. ഒരുപാട് വിഷമങ്ങൾ ചിലപ്പോൾ അവൻ്റെ ഉള്ളിൽ ഉണ്ടായിരിക്കും. നിങ്ങൾ ചിലപ്പോൾ എന്തെങ്കിലും പറഞ്ഞിട്ടുള്ളതോ, അല്ലെങ്കിൽ അവൻ കേട്ടറിഞ്ഞിട്ടുള്ള കാര്യങ്ങളോ, അല്ലെങ്കിൽ അവൻ കണ്ടറിഞ്ഞിട്ടുള്ള കാര്യങ്ങളോ, ഒരുപാട് വിഷമങ്ങൾ അവൻ്റെ മനസ്സിൽ വരും. അവനൊന്നും ഇതുപോലെയാണല്ലോ, ഒരു ഓപ്പണായിട്ട് പറയുന്നൊരു മനസ്സല്ല അവനുള്ളത്. അപ്പോൾ അവൻ അതെല്ലാം ഉള്ളിൽ ഒതുക്കി വെച്ചിരുന്നു. അപ്പോൾ അവനൊരു ഇത് വന്നപ്പോൾ അവൻ തനിയെ മാറിക്കാണും എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. കാരണം അവന് വേറെ ആരും ഇല്ലല്ലോ അവന്. കാരണം ഈ ഭൂമിയിൽ അമ്മയില്ല, അച്ഛനില്ല, ആരുമില്ല. അപ്പോൾ ഇപ്പോൾ അവൻ്റെ അച്ഛമ്മയും അവൻ്റെ അച്ഛൻ്റെ ബന്ധുക്കളൊക്കെ നോക്കുന്നുണ്ട്. അതൊക്കെ നല്ല കാര്യങ്ങൾ തന്നെയാണ്. അവൻ എന്തെങ്കിലും ഒരു വിഷമമോ എന്തെങ്കിലും ഒരു പ്രശ്നമോ എന്തൊക്കെയും തോന്നിയിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ ആയിരിക്കാൻ അവൻ മാറിയിട്ടുള്ളത്. അല്ലെങ്കിൽ ഭയങ്കര സ്നേഹമായിരുന്നു, ഭയങ്കര കാര്യമായിരുന്നു. ഇത്ര അധികം സ്നേഹത്തോടെയാണ് നോക്കിയിരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒരിക്കലും നിങ്ങളടുത്തുനിന്ന് പോവില്ലായിരുന്നു. ഒരിക്കലും സ്നേഹിക്കുന്ന ഒരാൾ, ചിലപ്പോൾ നമ്മൾ ഭയങ്കര സ്നേഹം ഉണ്ടെങ്കിൽ നമ്മൾ എത്രയൊക്കെ വഴക്കൂടിയാലും പിണങ്ങിയാലും അടിച്ചാലും എപ്പോഴും ഒന്നായിട്ട് തന്നെ ഇരിക്കും. പക്ഷെ ഇത് തന്നെയായിരിക്കും റീസൺ. ഇപ്പൊ കിച്ചു വരുന്നത് തന്നെ വീഡിയോ എടുക്കാനാണ്, അല്ലെങ്കിൽ വ്ളോഗ് എടുക്കാനാണ്. എന്താ പറയാ, കട്ടിലിനടിയില് അവാർഡിന്റെ ഇത് കിടക്കുന്നത്. അപ്പം നിങ്ങൾക്ക് മനഃപൂർവ്വം ഒരു പണി തരാൻ വേണ്ടി ചെയ്ത പോലെ കണക്ക് ഫീൽ ചെയ്യുന്നു. ഞങ്ങള് അന്ന് ഒരിക്കലും ഞങ്ങൾ അങ്ങനെ വിചാരിക്കും. കാരണം അവൻ അങ്ങനെ ചെയ്യത്തില്ല. കാരണം നമ്മളോട് അതുപോലെ നിൽക്കുന്ന ഒരു കുഞ്ഞായിരുന്നു. അന്ന് ഇവൻ ഇങ്ങനെ ഇത് വന്ന് ഇട്ടപ്പോഴും അപ്പൊ ഈ കട്ടിലിൻ്റെ അടിയിൽ ട്രോഫി, ഇത് ഞാൻ ആ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു മുൻപ് ഇട്ടപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു കിച്ചുവിൻ്റെ ചാനലിൽ. അപ്പോൾ കിച്ചു അവൻ്റെ സഹോദരനായിട്ട് നല്ല സ്നേഹവും കാര്യങ്ങളൊക്കെയാണ്. ഞാൻ അവൻ്റെ വീഡിയോ കാണാറുണ്ട്, ഞാൻ ലൈക്കൊക്കെ ചെയ്തിട്ടുണ്ട്. അവർ തമ്മിൽ സഹോദരങ്ങളാണ്. അവരൊത്തൊരുമിച്ച് സന്തോഷമായിട്ട് പോകുന്നത് കാണുമ്പോൾ തന്നെ നമ്മൾ കണ്ടിരിക്കും. അവനും നല്ല സന്തോഷമാണ് ചേട്ടനെ കാണുമ്പോഴത്തേക്കും. ആ വീഡിയോ അത് മനഃപൂർവ്വം അവൻ വ്ളോഗിന് വേണ്ടി മാത്രം ചെയ്യുന്ന കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല ഇന്ന് വരയ്ക്കും. അന്നത്തെ കാലത്ത് ചെയ്തത് കേട്ടോ. ഇപ്പോഴും അതിന് ശേഷം അവൻ വന്നിട്ടില്ല. കാരണം ഈ വീട്ടിൽ നിന്ന് പോയതിനു ശേഷം അവൻ അങ്ങനെ വന്നിട്ടില്ല. അന്ന് അവൻ ചെയ്തതൊക്കെ നല്ല റീച്ചിന് വേണ്ടിയോ വീഡിയോയ്ക്ക് പബ്ലിസിറ്റിക്ക് വേണ്ടിയോ നല്ല ചെയ്തത്. അവൻ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് ചെയ്തതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ ട്രോഫിയുടെ കാര്യം, അത് കിച്ചു അല്ല ചെന്ന് പൊക്കി പിടിച്ചുകൊണ്ട് വന്നത്. അത് ഋതപ്പൻ എന്ന് പറയുന്ന ആ കുഞ്ഞ് തന്നെയാണ് ചേട്ടാ വാ കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് ഈ കട്ടിലിൻ്റെ അടിയിൽ നിന്ന് ഈ സാധനങ്ങൾ എടുത്ത് കൊടുക്കുന്നത് കാണിച്ചത്. അന്നും
രേണുസുതിക്ക് കിട്ടിയ സംഭവങ്ങൾ അവിടെ മേശപ്പുറത്ത് ഇരിപ്പുണ്ട്, ഒരു ഫ്രണ്ടിൽ ഇരിപ്പുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. കാരണം ഞാനും അമ്മയും കൂടെ ഈ കാര്യം പറയുകയും ചെയ്തിരുന്നു. അവളുടെ സാധനങ്ങൾ അവിടെ വെക്കാൻ അറിയാം, അപ്പോൾ ഇത് വെക്കാനാണോ സ്ഥലം ഇല്ലാത്തതെന്ന് അമ്മ അന്നും ചോദിച്ചിരുന്നു. അപ്പോൾ എനിക്കത് നല്ല ഓർമ്മയുണ്ട്. അപ്പോൾ കിച്ചു അല്ല ഈ ഒരു പ്രശ്നം അല്ലെങ്കിൽ ഇതൊന്ന് കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നത്, ആ മകൻ, അത് അറിവില്ലാത്തൊരു മകനാണ്. പക്ഷേ ഇത് എപ്പോഴും വെച്ചിട്ടുള്ളതോ അല്ലെങ്കിൽ എന്നോ അവൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ കണ്ടപ്പോൾ എന്താ അച്ഛൻ്റെ സാധനമാണ്, അപ്പോൾ ചേട്ടാ ഇത് കണ്ടോന്നും പറഞ്ഞ് ആ കുട്ടിയാണ് കൊണ്ടുവന്ന് കാണിക്കുന്നത്. അത് ആവശ്യമില്ല, അത് കിച്ചുവിൻ്റെ തലയിലേക്ക് കൊണ്ടിടരുത്. കിച്ചു മനഃപൂർവ്വം ചെയ്തതെന്ന രീതിക്കാണ് ചേച്ചി ഇപ്പം പറയുന്നത്. ആരെടുത്തോ പറഞ്ഞു മനഃപൂർവ്വം ചെയ്തതെങ്കിൽ അത് നല്ലൊരു കാര്യമാണ്. കാരണം അവൻ്റെ അച്ഛന് കിട്ടിയ ഒരു സാധനങ്ങളാണ്, അതൊരു നല്ല സൂക്ഷിച്ച് ഓർമ്മയായിട്ട് 10 പേര് കാണുന്ന സ്ഥലത്ത് കൊണ്ടുവെക്കേണ്ട സാധനങ്ങളാണ്. അത് ചാക്കി കെട്ടി കട്ടിലിൻ്റെ അടിയിലല്ല വെക്കേണ്ടത്. അതവൻ തുറന്ന് കാണിച്ചിട്ടുണ്ടെങ്കിൽ അവനൊരു വിഷമം വന്നത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു വേദന വന്നത് കൊണ്ടായിരിക്കാം അത് മനഃപൂർവ്വം ചെയ്തിട്ടുണ്ടായിരിക്കുക. ആദ്യം ഞാൻ ആ വീഡിയോ കണ്ടപ്പോൾ അവൻ മനഃപൂർവ്വം ചെയ്തിട്ട് ഫീൽ ചെയ്തില്ല. കാരണം അത് വ്ളോഗിൻ്റെ ഇടയിൽ കൂടെ ഈ കാര്യം കൂടെ കയറി വന്നു പോയതെന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങളുടെ സഹോദരി അതായത് രമ്യ പറയുമ്പോഴാണ് ഇത് മനസ്സിലാകുന്നത് അത് മനഃപൂർവ്വം ചെയ്തതാണെന്ന്. എനിക്കത് അറിയില്ല, കാരണം അവൻ അതിനെ പറ്റിയൊന്നും ഇതുവരെയും പറഞ്ഞിട്ടില്ല. പിന്നെ ഈ ആങ്കർ ആണെങ്കിൽ ഈ കുടുംബകാര്യങ്ങൾ അങ്ങനെ വിഷമമുണ്ടോ ഇങ്ങനെ വിഷമമുണ്ടോ ഈ തന്നെയാണ് കുടുംബം കലക്കാൻ വേണ്ടി പോയി നിന്ന് നമ്മൾ ഒന്ന് ഇളക്കി കൊടുത്ത് നമ്മൾ സംസാരിക്കില്ലേ, അവരിങ്ങനെയാണ് പറയുന്നത്, ഇവിടെ നമ്മൾ അങ്ങനെയാണ് പറയുന്നത്, അങ്ങനെയാണ് ചിന്തിക്കുന്നത്, അവരിങ്ങനെ പറഞ്ഞത് കൊണ്ടല്ലേ നിങ്ങൾ അങ്ങനെ ചിന്തിച്ചത് എന്നുള്ള ഒരു ഏഷണി കേറ്റുന്ന തരത്തിലൊക്കെയാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. എന്തിനാണ് ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ? എന്തിനാണ് അവരെ കുറിച്ച് നിങ്ങൾ എന്തായാലും ഇൻ്റർവ്യൂ എടുക്കാനായിട്ട് പോയി? അപ്പോൾ ഈ ഒരു വിഷയം അല്ലല്ലോ നിങ്ങൾ ചോദിക്കേണ്ടത്. അവരുടെ വിഷയം എന്തോ ആയിക്കോട്ടെ, അമ്മയും മകനായിട്ടുള്ള പ്രശ്നങ്ങൾ അങ്ങ് കഴിഞ്ഞു, അതിൻ്റെ വീഡിയോസൊക്കെ ഒരുപാട് ഇറങ്ങിയിട്ടുമുണ്ട്. അപ്പോൾ അവരുടെ വിഷയം എന്താണെന്നും ഇഷ്യൂ എന്താണെന്നുള്ളത് പ്രത്യേകിച്ച് ഒരു ഇൻ്റർവ്യൂ എടുക്കാൻ പോകുമ്പോഴത്തേക്ക് നിങ്ങൾക്കൊരു ബോധമുണ്ടല്ലോ. ദയവ് ഇങ്ങനെ നിങ്ങൾ കിച്ചുവിനെ മാത്രം ടാർഗറ്റ് ചെയ്ത് സംസാരിക്കരുത്. അവരെ വീട്ടുകാരെന്ത് വന്നില്ല, വീട്ടുകാർ നോക്കാത്തതിൽ വിഷമമുണ്ടോ, വിഷമങ്ങൾ എല്ലാവർക്കും കാണും. അത് നിങ്ങൾ ചോദിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇവരുടെ വീട്ടിലാണല്ലോ പോയത്, അവരുടെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും നിങ്ങൾ ചോദിക്കുന്നുണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇതിൻ്റെ ഇടയിൽ കിച്ചുവിനെയും കൂടെ നിങ്ങൾ പരമാവധി അതിനെ കുത്തി നോവിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്. കഴിഞ്ഞ ദിവസം രേണുസുതി ഇതിനെ ഒരു മറുപടിയായിട്ട് പൊട്ടിത്തെറിച്ചുകൊണ്ട് ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു രേണുസുതി. അപ്പോൾ ആ സമയത്ത് രേണുസുതിയുടെ കമൻറ്റ് ബോക്സ് മുഴുവനും ഇവളുടെ നാവ് നന്നാവില്ല, ഇവളെന്തിനാണ് ഇങ്ങനെ സംസാരിക്കുന്നത്, അത് ഇത് എന്നും പറഞ്ഞിട്ടാണ് കമൻറ്റുകൾ വരുന്നത്. അപ്പോൾ നിങ്ങളോട് ഒരു ആങ്കർ ചോദിച്ചൊരു ചോദ്യത്തിനെതിരെയാണ് അവർ പറഞ്ഞത്. കാരണം അത് ചോദിക്കാൻ പാടില്ല, അതൊരു തംബ്ലൈൻ ഇട്ടു, അത് കഴിഞ്ഞ കാര്യമാണ്, അത് അന്നത്തോടെ കഴിഞ്ഞു. അതിനെ നേരിട്ട് നിങ്ങളടുത്ത് ഒരു വ്യക്തിയോട് ഇങ്ങനെ ചോദിക്കുമ്പോൾ നിങ്ങൾ ഇളിച്ച് കാണിക്കുകയല്ല ചെയ്യേണ്ടത്. അതിനു വേണ്ടിയാണ് അത് ആൾക്കാർ പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ നിങ്ങളോട് ആർക്കും വിഷമവും ഇല്ല, ദേഷ്യവും ഇല്ല, ഒന്നുമില്ല. നിങ്ങളെന്ന് പറയുന്ന കണ്ടന്റ് അല്ല ഇവിടെയുള്ള എല്ലാവർക്കും വേണ്ടത്. നിങ്ങൾ സുഖം പ്രാപിച്ച് വരാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഈ ആങ്കറിനോട് എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്ത തരത്തിലാണ് ഇവരുടെ ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെയും പോകുന്നത്. രേണു എന്ന് പറയുന്ന ഒരു വ്യക്തിയെ എല്ലാവർക്കും ഭയങ്കര, ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, മുൻപും സുധി മരിച്ചതിന് ശേഷവും രേണുവിനോട് എല്ലാവർക്കും ഇഷ്ടവും സ്നേഹവും സഹതാപവും ഒക്കെയാണ് ഉണ്ടായിരുന്നത്. പക്ഷെ പെട്ടെന്ന് ഈ ഒരു തരത്തിലേക്ക് രേണുവിൻ്റെ സംസാരങ്ങളും രീതികളും മാറിയതിന് ശേഷമാണ് ഒരു നെഗറ്റീവ് വന്നിട്ടുള്ളത്. അതായത് ഒരു വീട് കിട്ടി, ആ വീട് ചോരുന്നെന്ന് ആദ്യം പറഞ്ഞു, പിന്നെ വന്ന് അതിനെ പറ്റിയുള്ളൊരു ചർച്ചകളും അല്ലെങ്കിൽ അതിനെ പറ്റിയുള്ള വിഷയങ്ങൾ വന്നപ്പോഴത്തേക്കാണ് രേണുവിൻ്റെ സ്വഭാവം ആൾക്കാർ മനസ്സിലാകുന്നത്. അല്ലാതെ രേണു എന്ത് ഡ്രസ്സ് ഇട്ടെന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ എങ്ങനെ ഒരുങ്ങിയെന്ന് പറഞ്ഞിട്ടോ ആർക്കും ഇതുവരെ ഒരു അസൂയ അങ്ങനത്തെ രീതിക്ക് എനിക്ക് കാണാനായിട്ട് സാധിച്ചിട്ടില്ല. എനിക്ക് ഫീൽ ചെയ്തിട്ട്. കാരണം നല്ലതെന്ന് തന്നെ പറയണം. മോശമായിട്ടുള്ള കാര്യം മാത്രമേ എല്ലാവരും മോശമെന്ന് പറയുള്ളൂ. നല്ലത് കണ്ടാൽ ആൾക്കാർ നല്ലതെന്ന് തന്നെയാണ് പറയുക. അതിലെന്തെങ്കിലും നിങ്ങൾ വാ കൊടുത്ത് തിരിച്ചു വാങ്ങുന്നതാണ്. അല്ലാതെ നിങ്ങൾക്കെതിരായിട്ട് ആരും ഒന്നും പറയാറില്ല. കാരണം നിങ്ങൾക്കെതിരെ ഈ ബില്ലിൻ്റെ കാര്യം ആയിക്കോട്ടെ, നിങ്ങൾ ഹോസ്പിറ്റലിൽ വിളിച്ചതായിക്കോട്ടെ, മിക്കവരും പറയുന്നത് കള്ളത്തനാണ്, രോഗമില്ല. ഇപ്പോഴും പറയുന്നുണ്ട്. ഇപ്പോഴും പകുതിയിലധികം പേര് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് രോഗാവസ്ഥയില്ല, ഇതെല്ലാം കള്ളമെന്ന് പറയുന്നുണ്ട്. പിന്നെ കുറച്ച് പേര് പറയും നിങ്ങൾ സിമ്പതിക്ക് വേണ്ടി, പണത്തിന് വേണ്ടിയാണ് ഇതൊക്കെയും ചെയ്യുന്നതെന്ന്. അതൊക്കെ അങ്ങനെ ചിന്തിക്കുന്നവരാണ്. കാരണം നിങ്ങൾ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞിട്ടുള്ള പ്രവൃത്തികളിൽ അങ്ങനെ ചിന്തിക്കുന്നത് കൊണ്ടാണ് അതായിരിക്കാം അവരുടെ രീതി, അതായിരിക്കാം അവരങ്ങനെ ചെയ്യുന്നത്. അങ്ങനത്തെ ഒരു ചിന്താഗതിക്കാരാണ് വേറെ ആൾക്കാരുള്ളത്.
അപ്പോൾ ഇതിനെതിരായിട്ട് നിങ്ങളെ ഇത്രയധികം രോഗാവസ്ഥ വന്നപ്പോഴും മറ്റുള്ളവർ ഇനി അടുത്ത് ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യേണ്ട, അല്ലെങ്കിൽ ഇതെന്താണെന്ന് നമുക്ക് സത്യാവസ്ഥ അറിയാം എന്നൊരു തരത്തിൽ അവർ അന്വേഷിച്ച് വന്നിട്ട് അവർക്ക് വേണമെങ്കിൽ അത് മൂടിക്കെട്ടി വെക്കാൻ വരുന്നത്. പക്ഷെ അത് ഓപ്പണായിട്ട് പറഞ്ഞു, ഒരു പബ്ലിക്കായിട്ട് അവർ സംസാരിച്ചിട്ടുണ്ട്, ഇത് സത്യസന്ധമാണ്, ഇനി ഇതിനെതിരായിട്ട് സംസാരിക്കും. അതോടെ എല്ലാവരും നിർത്തിയ കാര്യമാണ്. അതിനുശേഷമാണ് നിങ്ങൾ കഴിഞ്ഞ ദിവസത്തെ ഈ ചാനലിലേക്ക് ഒരു ഇൻ്റർവ്യൂ നിങ്ങൾ ഇട്ടിട്ടുള്ളത്. അതിൽ മുഴുവനും കിച്ചുവിനെ കുറ്റപ്പെടുത്താനും അത് തന്നെയാണ്. ഇന്നലെ നിങ്ങൾ പൊട്ടിത്തെറിച്ചുകൊണ്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, ഞാൻ ഇങ്ങനെ തന്നെ സംസാരിക്കും, ഇങ്ങനെ തന്നെ പെരുമാറും, അതെൻ്റെ അവകാശമാണ്, അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ ഒരു കാര്യം നിങ്ങൾ അതിൽ പറയുന്നുണ്ട്, എനിക്ക് സിനിമയില്ലെങ്കിലും എനിക്ക് ഒന്നുമില്ലെങ്കിലും ഞാൻ ബിസിനസ് ചെയ്ത് ജീവിക്കുമെന്ന്. നിങ്ങൾക്ക് ഇത്തിരി റീച്ചൊക്കെ ആയി, നിങ്ങൾക്ക് നല്ല രീതിയിലൊക്കെയും ഒന്ന് വന്നു തുടങ്ങിയപ്പോൾ എന്തുകൊണ്ട് നിങ്ങളൊരു ബിസിനസ് തുടങ്ങിയില്ല? ഇപ്പോൾ കിച്ചു ബിസിനസ് തുടങ്ങുന്നു എന്ന് പറഞ്ഞപ്പോഴുള്ള ഒരു കുരുപൊട്ടലല്ലേ ഇത്? അത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. കാരണം അത് കേൾക്കുന്ന എല്ലാവർക്കും മനസ്സിലായി. കാരണം ഇത്രയും നാൾ രേണു ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടേ ഇല്ല. പക്ഷെ അവൻ ബിസിനസ് ചെയ്യാനായിട്ട് നല്ല രീതിയിൽ വരുന്നു, അവൻ നല്ല രീതിയിലായിട്ട് ചെയ്തു തുടങ്ങുന്നു. ആ ഒരു സംഭവം വന്നു, ഞാനിനി ബിസിനസ് ചെയ്യൂടാ, നീയൊക്കെ നോക്കിക്കോ, ഞാൻ സ്ഥലം മേടിക്കൂടാ, ഞാൻ ബിസിനസ് ചെയ്യൂടാ, ഇത് വേണം, ഇത് തന്നെയാണ് വേണ്ടത്. പക്ഷേ അന്ന് തോന്നാത്തൊരു കാര്യം ഇപ്പോൾ തോന്നുന്നത് അത് അസൂയ കൊണ്ടാണ്. പച്ച മലയാളത്തിൽ അത് അസൂയയും കുശുമ്പും കൊണ്ടാണ് ഈ ഒരു കാര്യം പറയുന്നത്. അല്ലാതെ നിങ്ങൾ നന്നാവണ്ട എന്നോ, നിങ്ങൾ നല്ല രീതിയിലാവണ്ട, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ഇരിക്കണം, അങ്ങനെ തന്നെ കിടക്കണം, അങ്ങനെ ഒന്നും ഞാൻ ചിന്തിക്കുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ ആരും ചിന്തിക്കുന്നില്ല. നിങ്ങൾ നന്നായി തന്നെ ഇരിക്കും. നിങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും കണ്ടുകൊണ്ടിരുന്നവരാണ്. കാരണം കണ്ടിട്ടുണ്ട്, എല്ലാ വിഷയവും കണ്ടിട്ടുണ്ട്. ഞങ്ങളടക്കം, ഞങ്ങളുടെ നാട്ടുകാരടക്കം നിങ്ങളെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ നിങ്ങളൊരു രോഗാവസ്ഥ വന്നപ്പോഴത്തേക്കും എന്നാൽ അവർക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്നല്ലോ, അപ്പോൾ എല്ലാവർക്കും ഒരു സഹതാപമായി. ഇവിടെയുള്ള എല്ലാവർക്കും അങ്ങനെയാണ്, സഹതാപമാണ്. പിന്നെ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ വെച്ചിട്ടാണ് ഇതൊക്കെയും വന്ന് ഭവിക്കുന്നത്, അല്ലാതെ വേറൊരു കാര്യമില്ല. ദൈവം ഇനിയും കിച്ചുവിനെ ഇങ്ങനെ കുത്തി കിച്ചുവിൻ്റെ ഇതാണ് പ്രശ്നം, കിച്ചുവാണ്, അത് ചെയ്തത് കിച്ചുവാണ്, ഇങ്ങനെ ചെയ്തത്, ആ ഒരു ടോപ്പിക്ക് വിടും. അവൻ എന്ത് മാന്യമായിട്ട് സംസാരിക്കുകയും എന്ത് മാന്യമായിട്ട് അവൻ്റെ കാര്യങ്ങൾ നോക്കി പോകുന്നു. ദേവിയത് ഇനിയും അവൻ്റെ മെക്കിട്ട് കയറാതെ നിങ്ങൾ ഓരോ കാര്യങ്ങളും പറയാനായിട്ട് ശ്രമിക്കുക.